ഹലോ, വെൽക്കം ബാക്ക്. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അൽഹംദുലില്ലാ ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോയിൽ കുറേയധികം വിശേഷങ്ങളും കാര്യങ്ങളും റെസിപ്പിയും നല്ല ഈസി റെസിപ്പീസും കാര്യങ്ങളും എല്ലാം ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാം മുഴുവൻ തന്നെ കണ്ടു വെക്കുക. കണ്ടിഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നുപോലെ. അതുപോലെ തന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നത് മറക്കാതെ ലൈക്ക് ബട്ടൺ കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കണേ. വീഡിയോ കണ്ടു തീരുന്നതിന് മുമ്പ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉപകാരപ്രദമാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളെ ലൈക്കും അതുപോലെ തന്നെ വീഡിയോനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്തായാലും മറക്കാതെ കമൻറ്റ് ചെയ്യണം കേട്ടോ. അത് എല്ലാ വീഡിയോയിലും ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. നിങ്ങൾ മറന്നു പോകുന്നതുകൊണ്ടാണ് കേട്ടോ എല്ലാ വീഡിയോയിലും ഓർമ്മിപ്പിക്കുന്നത്. കുറേ പേരെങ്കിലും ലൈക്ക് ചെയ്യാനും മറന്നു പോകുന്നുണ്ട്. അപ്പോൾ മറക്കാണ്ടിരിക്കുക. അപ്പോൾ ഇന്ന് രാവിലെ എണീറ്റ് സുബഹി നമസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നടക്കാനൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞതാ തിരിച്ചെത്തി. കുറച്ച് സമയം നമ്മൾ മുറ്റത്ത് ചെടികളൊക്കെ ആയിട്ട് കുറച്ച് സമയം ഉണ്ടാവും കേട്ടോ. ആ ഒരു സമയം തന്നെയാണ് ചെടികളൊക്കെ ഒന്ന് കെയർ ചെയ്യണ ഒരു ടൈമായിട്ട് ഞങ്ങൾ രണ്ടാളും ഉണ്ടാവുക. നമുക്ക് രണ്ടാക്കും ശരിക്കും പറഞ്ഞാൽ കോമൺ ആയിട്ട് നമ്മൾ പറയുന്നൊരു വിഷയം ചെടികളെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ. അപ്പം സെക്കൻഡ് നമുക്ക് വരുന്നത് ഫുഡാണ്. എന്തെങ്കിലും വെറൈറ്റി ആയിട്ടുള്ള ഫുഡിനെ കുറിച്ച് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ രാവിലെ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ട് നമ്മുടെ ഡേ തുടങ്ങുമ്പോൾ ഭയങ്കര രസമല്ലേ. എന്താ പറയുക, ഒരു 10-15 മിനിറ്റ് നമ്മൾ സമയമുണ്ടെങ്കിൽ അതിൽ കൂടുതൽ എന്തായാലും മുറ്റത്ത് ചിലവഴിക്കോട്ടോ. ഞങ്ങൾ രണ്ടാളും ഏതെങ്കിലും ചെടീൻ്റെ കാര്യങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ മാറ്റാനോ അങ്ങനെയൊക്കെ ഉണ്ടാവും കേട്ടോ. അങ്ങനെ പിന്നെ നമുക്ക് കോമൺ ആയിട്ട് വരുന്ന കാര്യമാണ് വീട്ടിൽ എന്തെങ്കിലും മാറ്റാനുള്ളത് അല്ലെ എന്തെങ്കിലും ഒരുക്കാനുള്ളത് അറേഞ്ച് ചെയ്ത് വെക്കാനുള്ളത്. അത് രണ്ടാൾക്കും ഇഷ്ടമുള്ളത് കൊണ്ട് അത് അങ്ങോട്ടും ഇങ്ങോട്ടും പറയാനും കേൾക്കാനും രണ്ടാൾക്കും താല്പര്യമാണ് കേട്ടോ. അങ്ങനെ ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം എന്ന് പറയും. ചെയ്യുന്നത് എപ്പോഴെങ്കിലും ആയിരിക്കും, നമുക്ക് പറ്റുന്ന സമയത്തായിരിക്കും ചെയ്യുക. എന്നാലും അതൊരു ഇൻട്രസ്റ്റ് ഉള്ള ടോപ്പിക്കാണ് രണ്ടാൾക്കും. അങ്ങനെതാ ഇനിയിപ്പോൾ കിച്ചണിൽ ഞാൻ വിശക്കുന്നുണ്ട് കേട്ടോ. നടക്കാനൊക്കെ പോയിട്ട് വന്നതല്ലേ. അപ്പോൾ ഒരു ഗ്ലാസ് വെള്ളമൊക്കെ കുടിച്ചിട്ട് നമ്മൾ പുറത്തിറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ ഞാൻ എഗ്ഗൊന്ന് പുഴുങ്ങാൻ വേണ്ടിയിട്ട് വെക്കുകയാണ്. റഫീഖ് അതവിടെ നമ്മളെ ശർക്കരയൊക്കെ ഇട്ടിട്ടുള്ള കാപ്പിയില്ലേ അത് ഉണ്ടാക്കുന്നുണ്ട്. എപ്പോഴും എന്താ പറയുക, ഞാൻ കിച്ചണിൽ എന്തെങ്കിലും തിരക്കോ അല്ലെങ്കിൽ ചിലപ്പം നടന്നു വന്ന ഉടനെ തന്നെ കുറച്ച് സമയം പുറത്തൊക്കെ നിന്നിട്ട് ഒന്ന് കുളിക്കാനൊക്കെ കയറുമല്ലോ. ആ ഒരു സമയത്ത് റഫീഖ കാപ്പി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും കേട്ടോ. ഈ ഒരു കാപ്പി നന്നായിട്ട് ഉണ്ടാക്കും. പാലൊഴിച്ച ചായ ഉണ്ടാക്കും, പക്ഷേ ചിലപ്പം പെർഫെക്റ്റ് ആവില്ല. പെർഫെക്റ്റ് എന്ന് പറഞ്ഞാൽ എനിക്ക് സ്ട്രോങ് വേണം, പാലധികം വേണ്ട. അപ്പോൾ ചിലപ്പം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറുന്നുണ്ട്. പക്ഷേ കാപ്പി നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല കറക്റ്റായിട്ട് ഉണ്ടാക്കും കേട്ടോ. അത് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. മധുരത്തിലാണ് ചെറിയൊരു പ്രശ്നം വരിക. എനിക്ക് ഒട്ടും മധുരം വേണം, പക്ഷേ കൂടാൻ പാടില്ല. റഫീഖൊക്കെ നല്ല പായസത്തിലാക്കിയാലും നല്ല ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അത് ഞാനൊന്ന് ഇടയ്ക്ക് വന്നിട്ട് ചെക്ക് ചെയ്യും. അപ്പോൾ ഇതാ നമ്മളെ നെയ്യൊക്കെ ഒഴിച്ചിട്ടുള്ള കാപ്പി റെഡി ആയിട്ടുണ്ട് കേട്ടോ. നെയ്യൊക്കെ ഒഴിച്ചിട്ടെന്ന് പറയുമ്പോൾ നമ്മൾ ഒരുപാട് നെയ്യൊന്നും ഒഴിക്കില്ല, ഒരു 2-3 ഡ്രോപ്പ് നെയ്യാട്ടോ. നമ്മൾ വെള്ളത്തിൽ ഇങ്ങനെ നെയ്യ് ഒഴിക്കുമ്പോൾ അതിങ്ങനെ കാണാൻ വേണ്ടിയിട്ടുണ്ടാവുള്ളൂ, അതുകൊണ്ടാണ് കാണുന്നത്. അപ്പോൾ ഇനി നമ്മൾ കാപ്പിയൊക്കെ കുടിക്കട്ടെ. വാവ വന്നിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ എണീറ്റിട്ടില്ല. അതാണ് നമ്മൾ കുറച്ച് സമയമൊക്കെ കഴിയും. എങ്ങനെയായാലും ഒരു 9 മണിയൊക്കെ ആകുമ്പോഴേ വാവ എണീക്കുള്ളൂ. അപ്പോൾ നമ്മൾ രാവിലത്തെ ഇങ്ങനത്തെ കുറച്ച് തിരക്കുകളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ വാവ എണീറ്റ് വരുള്ളൂ. അപ്പോൾ അതാണ് നിങ്ങൾ ഈ ഒരു സമയത്ത് കാണാത്തത്. അപ്പോൾ രാവിലെ എന്തെങ്കിലും നടക്കാനൊക്കെ പോകാൻ തുടങ്ങിയാൽ എന്തെങ്കിലും പഴം പുഴുങ്ങിയതോ അല്ലെങ്കിൽ ഇതുപോലത്തെ എന്തെങ്കിലും ഒക്കെ കഴിക്കാറുണ്ട്. നട്ട്സോ എന്തെങ്കിലുമൊക്കെ എടുത്ത് കഴിക്കാറുണ്ട്. വെള്ളം കുടിക്കും. അങ്ങനെ പിന്നെ നന്നായിട്ട് വെള്ളം കുടിക്കും രാവിലെ തന്നെ. എനിക്ക് ആ ഒരു എന്താ പറയുക, വലിയ കപ്പില്ലേ, ശരിക്ക് നോർമൽ 1-1.5 ഗ്ലാസ് വെള്ളം കൊള്ളുന്ന ആ ഒരു കപ്പിന് വെള്ളം കുടിക്കണം കേട്ടോ. എനിക്ക് 2-3 കപ്പ് വെള്ളം കുടിച്ചാലേ അതൊരു ശീലമാണ് കേട്ടോ. അപ്പോൾ വലിയ വിശപ്പും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. രാവിലെ തന്നെ നല്ല വെള്ളം അങ്ങോട്ട് അകത്തേക്ക് കയറുകയും ചെയ്യും. ഇനിയിപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിനുള്ള കാര്യങ്ങളൊക്കെ നോക്കട്ടെ. അതിൻ്റെ ഇടയിൽ ഞാനൊന്ന് കുളിച്ചിട്ടൊക്കെ വന്നു കേട്ടോ. എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞൊന്ന് ഫ്രഷ് ആയിട്ട് ഇപ്പോൾ കിച്ചണിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നില്ലേ നമ്മൾ ബാബുവിൻ്റെ അടുത്ത് പോയിട്ടുണ്ടായിരുന്നു തിരൂർ. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ മറ്റേ ചിക്കനില്ലേ, എന്താ അതിന് പറയുക, ബ്രോയിലറല്ല, ലഗോൺ ചിക്കൻ കേട്ടോ. അതിങ്ങനെ മെലിഞ്ഞിരിക്കുന്ന ചിക്കന് അത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മളവിടെ അത് കിട്ടാൻ കുറച്ച് പാടാണ്. അപ്പോൾ അത് ഞാൻ അതിൻ്റെ ഒരു വരട്ടുണ്ടാക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. അതിലേക്ക് ഒരു വലിയ സവാള എടുത്തിട്ടുണ്ട്. ഇഞ്ചി വെളുത്തുള്ളി ഒക്കെ സാധാരണ നമ്മൾ ചിക്കൻ കറിയിലേക്ക് എടുക്കുന്ന പോലെ തന്നെ അങ്ങോട്ട് കൂട്ടി കുറച്ചൊക്കെ എടുക്കുക. കറിവേപ്പില, പിന്നെ കുറച്ച് മല്ലിയില, കുറച്ച് മല്ലിപ്പൊടി, ഒരു 4 ടീസ്പൂൺ മല്ലിപ്പൊടിയും ഒരു 3 ടീസ്പൂൺ എരിവിനായിട്ട് നമ്മൾ കുരുമുളക് പൊടിയാട്ടോ യൂസ് ചെയ്യുന്നത്.
ഒരു 3 ടീസ്പൂൺ കുരുമുളക് പൊടി യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. മുളക് പൊടി നമ്മളിതിലേക്ക് ചേർക്കുന്നേ ഇല്ല കേട്ടോ. ഇത് നിങ്ങൾ കുറച്ച് വലിയ ജീരകം, ഒരു 1/4 ടീസ്പൂൺ വലിയ ജീരകം, ഒരു 1/4 ടീസ്പൂൺ ഉലുവ പൊടിയല്ല, ഉലുവ അങ്ങനെ ചേർത്താൽ മതി. ആവശ്യത്തിനുള്ള ഉപ്പ്. ഇത് നിങ്ങൾക്കില്ലേ സാധാ ചിക്കൻ ആണെങ്കിലും ബീഫാണെങ്കിലും മട്ടൺ ആണെങ്കിലും ഒക്കെ നല്ല ടേസ്റ്റാട്ടെ. ഈ ഒരു വരട്ട് ഇതുപോലെ ചെയ്ത് നോക്ക്, അടിപൊളി. എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു പാർട്ടിയിലൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ ഡിഷാണ്. നല്ലൊരു വരട്ടാണ്, ഒരു ഗ്രേവി ടൈപ്പ്. പക്ഷേ ഒട്ടും പണിയില്ല ഇതിന്, അതാണ് മെയിനിൽ. ഇപ്പോൾ എല്ലാം ചേർത്തിട്ട് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. ഇതിലിപ്പോൾ കുറച്ച് വെള്ളം നമുക്ക് പത്തിരിയിലേക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം, ഇത്രയും തന്നെ വെള്ളം ചേർത്ത് കൊടുക്കണ്ട. ഇനി കൊടുത്താലും നമ്മൾ ആ ഒരു സമയത്ത് ഒരു ഗ്രേവി ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഒന്നുകൂടെ ഒന്ന് കുഴച്ച് കൊടുത്തിട്ട് നമ്മൾ ഒന്ന് ചിക്കൻ വേവിച്ചെടുക്കുക. ഈ ചിക്കൻ സാധാ ചിക്കൻ നമുക്കൊരു ബ്രോയിലർ ചിക്കൻ നമുക്കൊരു 3 വിസില കൊണ്ടൊക്കെ വേവുമല്ലോ. ഇതങ്ങനെയല്ല. ഇത് നമുക്കൊരു ഹൈ ഫ്ലെയിമിൽ 2 വിസിൽ വന്നതിന് ശേഷം ഒരു 5 മിനിറ്റും കൂടെ ലോ ഫ്ലെയിമിൽ ഇട്ട് വെക്കും കേട്ടോ. എന്നാലേ അത് ചിലർ 5-10 മിനിറ്റൊക്കെ ഇട്ട് വെക്കും. അതിനനുസരിച്ച് വേവിനനുസരിച്ച് നിങ്ങൾ ചെയ്യുക. എന്നാലേ അത് വെന്ത് കിട്ടുമല്ലോ കേട്ടോ. കുറച്ചധികം വേവുള്ള ചിക്കനാണത്, ലെഗോൺ ചിക്കൻ എന്ന് പറയുന്നത്. അറിയാലോ, താഴെയുള്ളവർക്കൊക്കെ അറിയുന്നത് തന്നെയായിരിക്കും. നമ്മളിവിടെ കുറച്ച് കിട്ടാൻ പാടാ, വല്ലപ്പോഴും കിട്ടും കേട്ടോ, കിട്ടൂല എന്നല്ല. അപ്പോൾ അങ്ങനെ നമ്മൾ അവിടെ നിന്ന് വന്നപ്പോൾ ഒരു 2 കിലോ ചിക്കൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് ഞാൻ കുറച്ച് ബിരിയാണി വെക്കാൻ വേണ്ടി ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. റഫീഖ ഉള്ള ദിവസം ബിരിയാണി വെക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. പക്ഷേ ഇന്ന് കുറച്ച് ഗ്രേവി രാവിലത്തേക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചോട്ടെ, ഒരു വരട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇനി അതിലേക്ക് നമ്മൾ മുത്താറി പത്തിരിയായിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് മുത്താറി പത്തിരി നമ്മൾ ഉണ്ടാക്കുമ്പോൾ കുറഞ്ഞ വെള്ളം ചേർത്ത് കൊടുക്കണം കേട്ടോ. കുറഞ്ഞ വെള്ളത്തിലേക്ക് വേണം നമ്മൾ പൊടിയിട്ട് കൊടുക്കണം. പത്തിരിൻ്റെ ആ ഒരു അളവേ അല്ല, അതായത് പ്രത്യേകിച്ചൊരു അളവ് നമുക്ക് പറയാൻ പറ്റില്ല. ഞാനിപ്പോൾ 1 ഗ്ലാസ് പൊടിയാണ് എടുക്കുന്നത്. നിങ്ങൾ 1/4 ഗ്ലാസ് വെള്ളം, അതായത് 1 ഗ്ലാസ് വെള്ളം തിളപ്പിച്ചോ, പക്ഷേ അതവിടെ മാറ്റി വെച്ചിട്ട്, കുറച്ച് വെള്ളം അവിടെ മാറ്റി വെച്ചിട്ട് ഒരു 1/4 ഗ്ലാസ് വെള്ളത്തിലേക്കേ നിങ്ങൾ പൊടി ഇടാവൂ കേട്ടോ. മുത്താറിപ്പൊടി ഇടാവൂ. വാങ്ങിയതാണെങ്കിലും വീട്ടിൽ പൊടിപ്പിച്ചതാണെങ്കിലും ഒക്കെ ഇത് അളവ് ചെയ്താൽ മതി. വെള്ളത്തിലേക്ക് ഉപ്പ്, 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് മാറ്റി വെച്ച വെള്ളം വേണമെങ്കിൽ നിങ്ങൾക്ക് ഒന്ന് മിക്സാക്കി കൊടുത്തതിന് ശേഷം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. പിന്നീട് ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് ഇനിയിപ്പോൾ കുഴക്കുമ്പോൾ വേണമെങ്കിലും ഒഴിച്ചു കൊടുക്കാം, പ്രശ്നമൊന്നുമില്ല. പക്ഷെ ഒന്നിച്ച് ആ ഒരു തിളച്ച വെള്ളത്തിലേക്ക് കൂടുതൽ വെള്ളത്തിലേക്ക് നിങ്ങൾ പൊടി ഇട്ട് കൊടുക്കരുത്. പിന്നെ എത്ര പൊടി ഇട്ട് കഴിഞ്ഞാലും അത് ടൈറ്റായിട്ട് കിട്ടില്ല. അതിങ്ങനെ ജ്യൂസായിട്ട് ഇങ്ങനെ പശ പോലെ ഇരിക്കും. റാഗിയല്ലേ, പത്തിരിപ്പൊടി പോലെയല്ലേ. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞ് ചെറിയ ഒരു കുറഞ്ഞ ക്വാണ്ടിറ്റി വെള്ളത്തിലേക്ക് വേണം നിങ്ങൾ പൊടി ഇടാൻ കേട്ടോ. ഈ ഒരു രീതിയിൽ, എല്ലാ പൊടിയൊന്നും നനഞ്ഞിട്ടില്ല, ആ ഒരു രീതിയിലാണ് ഞാൻ ഓഫാക്കിയിട്ടുള്ളത്. ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് കുഴക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. കുഴക്കുമ്പോൾ പെട്ടെന്ന് ഇതിങ്ങനെ യോജിച്ച് വരും. ഇനി ഇല്ലെങ്കിൽ മാത്രം ഈ ഒരു സമയത്തും നിങ്ങൾക്ക് വേണമെങ്കിൽ വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നില്ല. നമുക്ക് കറക്റ്റായിട്ട് തന്നെ വെള്ളം വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ കുഴച്ച് കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാം. ഒന്നുമില്ല. പിന്നെ ബാക്കിയുള്ളതൊക്കെ നൈസ് പത്തിരിൻ്റെ സെയിം ഇങ്ങനെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. നല്ല ചൂടോടെ തന്നെ കുഴച്ചെടുക്കുക. ഉരുട്ടുക, പരത്തലും ഒക്കെ പെട്ടെന്ന് തന്നെ ചെയ്ത് വെക്കുക. ഇങ്ങനെ ഹാർഡാവാൻ വേണ്ടിയിട്ട് നിൽക്കണ്ട. നല്ല നൈസ് പത്തിരി പോലെ നമുക്ക് മുത്താറിൻ്റെ നൈസ് പത്തിരി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ. മുന്നേ ഞാൻ റെസിപ്പി എന്തോ ഇട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ നമ്മൾ ഇടയ്ക്ക് രാത്രിയിലും രാവിലെയൊക്കെ മുത്താറി പത്തിരി ഉണ്ടാക്കലുണ്ട് കേട്ടോ. പിന്നെ ഇപ്പോൾ ചൂടോടെ തന്നെ അതൊന്ന് ഉരുട്ടിയെടുക്കുന്നുണ്ട്. അതൊന്ന് പ്രസ്സിലിട്ടിട്ടാട്ടോ പരത്തുന്നത്. പൊടിയിട്ടൊന്നും പരത്തണ്ട, പ്രസ്സിലിട്ടിട്ട് നല്ല ഫൈനായിട്ടൊന്ന് പരത്തിയിട്ടെടുത്താൽ മതി കേട്ടോ. അപ്പം നമ്മൾ ചിക്കൻ അവിടെ വേവുന്നുണ്ട് കേട്ടോ. ഞാൻ അടുപ്പിൽ വെന്തിട്ട് വിസിൽ വന്നിട്ട് ഓഫാക്കിയിട്ടിട്ടുണ്ട്. ഇനി അതൊന്ന് വറ്റിച്ചൊന്ന് ഗ്രേവി ടൈപ്പിൽ ആക്കിയെടുക്കാം കേട്ടോ. രാവിലേക്ക് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഗ്രേവിയാണ് കേട്ടോ. അത് നല്ല ടേസ്റ്റാണ് കേട്ടോ. നിങ്ങളൊരു ഫംഗ്ഷൻ, ഒരു പാർട്ടിക്ക് വേണമെങ്കിലും ഉണ്ടാക്കിക്കോ. ഈ വരട്ട് നല്ല ടേസ്റ്റാണ്. ഇതെനിക്ക് ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് ഓർമ്മയില്ല കേട്ടോ. ഇതാ ഞാൻ പ്രസ്സിൽ 2 ഭാഗവും ചെറുതായിട്ടൊന്ന് ഇങ്ങനെ തടവി കൊടുക്കില്ലേ നമ്മൾ വെളിച്ചെണ്ണ, അങ്ങനെ ആക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒരുപാടൊന്നും വേണ്ട, ജസ്റ്റ് ഒന്നിങ്ങനെ തടവി കൊടുത്താൽ മതി. ഒരു എണ്ണമയം ഉണ്ടായാൽ മതി. എന്നാൽ നല്ല ഫൈനായിട്ട് തന്നെ നമുക്കിങ്ങനെ പരത്തിയെടുക്കാൻ വേണ്ടി പറ്റും. അതുകൊണ്ടാണ് കേട്ടോ. ഒരുപാട് കോയിലൊന്നും ആക്കി കൊടുക്കണ്ട. അപ്പോൾ ഇതുപോലെ നൈസ് പത്തിരിക്ക് പരത്തുന്ന പോലെ അങ്ങ് പരത്തിയിട്ടെടുക്കുക. ഒന്നൊന്നിൻ്റെ മുകളിൽ തന്നെ വെച്ചോട്ടോ. ഒട്ടിപ്പിടിക്കും ഒന്നുമില്ല, കുഴപ്പമൊന്നുമില്ല. ഭയങ്കര ഫൈനായിട്ടല്ല ഉണ്ടാവുക, അതുകൊണ്ട് ഒട്ടിപ്പിടിക്കുകയൊന്നുമില്ല കേട്ടോ. ഇനി പാന് നന്നായിട്ട് ചൂടായി, നമ്മളെ പത്തിരി പാന് നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനിയെല്ലാം പത്തിരി ചൂടുന്ന പോലെ തന്നെ സെയിം നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് നന്നായിട്ട് പത്തിരി കല്ലിങ്ങനെ പുക വന്നതിന് ശേഷം പത്തിരി ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്തിട്ട് ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ പെട്ടെന്ന് ഇങ്ങനെ ആവി വരും. അപ്പം തന്നെ അത് തിരിച്ചിട്ട് കൊടുക്കുക. കുറേ സമയം വെക്കരുത്. തിരിച്ചിട്ട് കൊടുത്തിട്ട് ഞാൻ കാണിച്ചു തരാം. ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ബബിൾസ്, കുമ്പളകൾ വരുന്ന ആ ഒരു ടൈമിൽ മറിച്ചിട്ട് കൊടുക്കുക.
അതിൽ നല്ല ഫ്ലഫി ആയിട്ട് നല്ല ബോൾ പോലെ തന്നെ ഇങ്ങനെ പൊങ്ങി വന്നോളൂ കേട്ടോ. അത്രേ പണിയുള്ളൂ. ഹൈ ഫ്ലെയിമിലായിരിക്കാൻ ശ്രദ്ധിക്കുക. മീഡിയം ഫ്ലെയിമിലോ ലോ ഫ്ലെയിമിലോ ഒന്നും ഇട്ടിട്ട് നമ്മൾ പത്തിരി ചുട്ടെടുക്കരുത്. അതുപോലെ തന്നെയാണ് മുത്താറി പത്തിരി, ചപ്പാത്തി, നൈസ് പത്തിരി ഒക്കെ ഈ ഒരു മെത്തേഡിൽ തന്നെയാണ് കേട്ടോ നമ്മൾ ചുട്ടെടുക്കുക. അത് കരിഞ്ഞു പോവുകയൊന്നുമില്ല കേട്ടോ. അപ്പോൾ ബാക്കിയുള്ള പത്തിരിയൊക്കെ ഞാനിതുപോലെ ഒന്ന് ചുട്ടെടുക്കട്ടെ. ഇതിൻ്റെ കൂടെ കറിയായിട്ട് ചിക്കൻ, ബീഫ്, മീൻ കറി, കടലക്കറി എല്ലാം കോമ്പിനേഷനായിട്ട് പോവും. പക്ഷേ നമുക്കിവിടെ മീൻ കറി, ചിക്കൻ കറി, ബീഫ് കറി അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലാണ്, ചിക്കൻ മുളകിട്ടത് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലാണ് മുത്താറി പത്തിരി ഉണ്ടാക്കൽ കേട്ടോ. അല്ലാണ്ട് എനിക്ക് ഈ വെജിറ്റബിൾസ് കറീൻ്റെ കൂടെ വലിയ ഇഷ്ടമല്ല. അപ്പോൾ ഇന്ന് ചിക്കൻ ഉണ്ടല്ലോ, അപ്പോൾ അങ്ങനെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചതാണ്. പിന്നെ രാവിലെ കുളിക്കുന്നതിനെക്കുറിച്ച് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞപ്പോൾ ഇങ്ങനെ കമൻറ്റ് കണ്ടിട്ടുണ്ടായിരുന്നു, എത്ര മണിക്കാണ് കുളിക്കുക, ഇങ്ങനത്തെ നീരിറക്കത്തിൻ്റെ പ്രശ്നമുണ്ട്, എന്താ ചെയ്യേണ്ടതെന്ന്. അങ്ങനെയൊന്നുമില്ല. നമ്മൾ വെയിൽ ചൂടാവുന്നതിൻ്റെ മുമ്പ് കുളിക്കുക എന്നുള്ളതാണ് കേട്ടോ. വെയിൽ ചൂടായി കഴിഞ്ഞാൽ നമ്മളെ ശരീരത്തിൽ വെള്ളം ഒഴിക്കരുത്, തലയിലും മേലും നമ്മൾ വെള്ളം ഒഴിക്കരുത് എന്നാണ് ഡോക്ടേഴ്സൊക്കെ പറയുക കേട്ടോ. കാര്യം ആ ഒരു സമയത്ത് അത് ചെയ്യുമ്പോഴാണ് നമുക്ക് നീർക്കെട്ടും കാര്യങ്ങളും എല്ലാം വരുന്നത്. അത് ഒരു പ്രായത്തിൽ നമുക്കത് മനസ്സിലാവില്ല, ഒരു സമയം കഴിഞ്ഞാൽ നമുക്കത് കാണാൻ വേണ്ടി പറ്റും കേട്ടോ. ഈ ഷോൾഡർ, കഴുത്തും കയ്യോട് കൂടി വരുന്ന ആ ഭാഗം, നടു, ഇതിനൊക്കെ നിങ്ങൾ ഇങ്ങനെ ചെയ്തു നോക്ക്, കുറേ നിങ്ങൾക്ക് മാറ്റം വരും. ഉണ്ടാവുകയില്ല, അത് ചെയ്തു നോക്കട്ടോ. ഞാനതിന് എന്താ പറയുക, അതിനൊരു ഉദാഹരണമാണ്. എനിക്ക് നല്ല പെയിൻ ഉണ്ടായിരുന്നു. ഇങ്ങനെ അലക്കുമ്പോൾ, നമ്മൾ കല്ലിൽ അലക്കുമ്പോൾ ശരിക്കും ഈ ഷോൾഡറും കയ്യും ഇങ്ങനെ പറഞ്ഞു പോകുന്ന പോലെ എനിക്ക് വേദന ഉണ്ടായിരുന്നേ. പക്ഷെ ഇങ്ങനെ ചെയ്തതിന് ശേഷം ആ ഒരു വേദന എനിക്ക് വന്നിട്ടേയില്ല, വരാണ്ടിരിക്കട്ടെ, വന്നിട്ടേയില്ല. അപ്പോൾ അങ്ങനെയാണ് കേട്ടോ. നിങ്ങൾക്കത് കുറച്ച് നാൾ ചെയ്ത് കഴിഞ്ഞാൽ, ഒരു മാസം നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ അതിന് അഡിക്റ്റ് ആവും, പിന്നെ നിങ്ങൾക്കത് മനസ്സിലാവുകയും ചെയ്യും. എല്ലാം കൊണ്ട് നമുക്ക് ഹെൽത്തിനും ഒക്കെ നല്ലതാണ് കേട്ടോ. രാവിലത്തെ 10 മണീൻ്റെ മുമ്പുള്ള നമ്മളെ കുളി എന്ന് പറയുന്നത്, പിന്നെ നമ്മളെ പത്തിരിയൊക്കെ നല്ല സോഫ്റ്റ് പത്തിരിയാണ് കേട്ടോ. ഒരു 5 മിനിറ്റ് അടച്ച് വെക്കുമ്പോഴത്തേക്കും നല്ല സോഫ്റ്റായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ എല്ലാം ഞാൻ ചുട്ട് കഴിഞ്ഞിട്ടുണ്ടേ. പിന്നെ നമ്മൾ എല്ലാ പണിയും തീർന്നിട്ട് കുളിക്കുക എന്ന് വിചാരിച്ച് കഴിഞ്ഞാലും നല്ലതൊക്കെ തന്നെ, നമുക്ക് മനസ്സിന് റാഹത്തൊക്കെ തന്നെയാണ്. പക്ഷേ ഇങ്ങനെ കുറച്ച് ഹെൽത്ത് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉള്ളവർക്ക് അതൊരു ബുദ്ധിമുട്ടാവും, പിന്നീട് അത് ബുദ്ധിമുട്ടാവും. അപ്പോൾ അത് ഇങ്ങനെ ശീലിച്ചാൽ നല്ലതാണ് കേട്ടോ. എനിക്ക് നന്നായിട്ടേ തോന്നിയിട്ടുള്ളൂ. അത് വൈകുകയാണെങ്കിൽ ഞാൻ അന്നത്തെ ദിവസം കുളിക്കാൻ വേണ്ടിയിട്ട് നിൽക്കലില്ല കേട്ടോ. അത്രയും എനിക്ക് പേടിയാണ്. ശരിക്കും ഞാൻ അങ്ങനെ ചെയ്യലേ ഇല്ല. വല്ലപ്പോഴൊക്കെ അത് തെറ്റിക്കേണ്ട ഇത് എനിക്ക് വരലുള്ളൂ. അപ്പോൾ നമ്മളെ ചിക്കനൊക്കെ വെന്ത് വന്നിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം വെള്ളമൊക്കെ ഉണ്ട്. ഇനി കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു, അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ടു. നമ്മൾ ആ ഗ്രേവി, ആ വെള്ളത്തോട് കൂടി ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് സാധാ നിങ്ങൾ ബ്രോയിലർ ചിക്കൻ ആകുമ്പോഴല്ലേ അധികം വെള്ളം വെച്ച് കൊടുക്കണ്ട കേട്ടോ. വറ്റിക്കുമ്പോഴത്തേക്കും ഉടഞ്ഞു പോകണ്ട. ഇത് പിന്നെ അങ്ങനെ ഉടഞ്ഞു പോകില്ല, അത്യാവശ്യം നല്ല വേവുണ്ട്. അതുകൊണ്ടാണ് അത്യാവശ്യം വെള്ളം ഞാൻ വെച്ച് കൊടുത്തത്. കുറച്ച് വെള്ളം കുറച്ചോ കേട്ടോ. അപ്പോൾ ഗ്രേവി ആയിട്ട് ഇത് നല്ല വറ്റി നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഫ്ലെയിം ഓഫാക്കി കൊടുത്തിട്ടുണ്ട്. ഞാനിതിലേക്കില്ലേ അത് ചിക്കൻ മസാല പെരക്കിയതിന് ശേഷം അതിൻ്റെ എഗ്ഗ് ഉണ്ടാവുമല്ലോ ഈ ചിക്കനിൽ, അതും കൂടെ അതിൻ്റെ മുകളിൽ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിങ്ങനെ മിക്സ് ആക്കണ്ട, വെന്ത് കുഴഞ്ഞു പോകണ്ട, അതിൻ്റെ മുകളിൽ വെച്ച് കൊടുത്താൽ മതി കേട്ടോ. അപ്പം ഞാൻ പറയാൻ വിട്ടുപോയതാ സംസാരത്തിൻ്റെ ഇടയിൽ. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ആയി റഫീഖക്ക് കൊടുത്തു. റഫീഖ ഡ്യൂട്ടിക്ക് പോയിട്ട് അതിന് ശേഷമാണ് ഇപ്പോൾ നമ്മൾ കഴിക്കാൻ വേണ്ടി ഇരുന്നത്. അങ്ങനെ തിരക്കിട്ട് പോകാൻ നിൽക്കുമ്പോൾ ഞാൻ തിരക്കിട്ടിട്ട് കഴിക്കാനിരിക്കില്ല കേട്ടോ. നമ്മൾ അതിന് ശേഷം സമാധാനത്തിൽ കഴിക്കാമെന്ന് വിചാരിക്കും. ഇത് കണ്ടോ, കിച്ചൺ നിങ്ങൾ കണ്ടോ മോശമായിട്ടുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, കഴിഞ്ഞ വീഡിയോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ദിവസം ഞാൻ കാണിച്ചു തരാമെന്ന്. കാര്യം ഞാൻ ഈ കിച്ചണിൽ പണിയെടുക്കുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ ക്ലീനിങ്ങും കുക്കിങ്ങും ചെയ്യുമ്പോൾ തന്നെ ക്ലീനിങ്ങും കൂടെ കൊണ്ടുപോകുന്നതുകൊണ്ടാണ് നിങ്ങൾ കൗണ്ടർ ടോപ്പും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോൾ ഞാൻ വീഡിയോ എടുക്കുമ്പോൾ ഇവിടെയൊക്കെ പ്ലെയിനായിട്ട് നല്ല നീറ്റായിട്ട് നിങ്ങൾ കാണും. അപ്പം നിങ്ങൾ വിചാരിക്കും ജംഷിക്ക് ഒരു പണിയില്ലല്ലോ, 1-2 ആളായതുകൊണ്ട് ഒരു പണിയില്ല, നല്ല സുഖമാണെന്ന് വിചാരിക്കും. അത് ജസ്റ്റ് ഒന്ന് ഞാൻ കാണിച്ചു തന്നേ ഉള്ളൂ കേട്ടോ. ഇതുപോലെ ഇട്ട് കഴിഞ്ഞാൽ എല്ലാവരും കിച്ചണും ഇങ്ങനെ തന്നെ ആയിരിക്കും കേട്ടോ. ഇത് കണ്ടില്ലേ. ഇനിയിപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം. അകം സ്ഥിതി അത് തന്നെയാണ് കേട്ടോ. ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ എന്താ പറയുക, അതിൻ്റെ ഇടയിലൂടെ ക്ലീൻ ആക്കാനും ഒക്കെ പോവും. ഓരോന്നിങ്ങനെ അടുക്കി പെറുക്കി വെക്കും. അതുകൊണ്ട് അവിടെ എപ്പോഴും ക്ലീൻ ആയിരിക്കും. ഇന്നിപ്പോൾ ഞാൻ അങ്ങനത്തെ കാര്യങ്ങളൊന്നും രാവിലെ ചെയ്തിട്ടില്ല. അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്കൊന്ന് കാണിച്ചു തന്നതാണ് കേട്ടോ. നമ്മൾ കുറച്ച് സമയം പുറത്ത് അങ്ങനത്തെ പരിപാടികൾക്കൊക്കെ നിന്നത് കൊണ്ട് ടൈം എനിക്ക് കിട്ടിയിട്ടില്ല, അതുകൊണ്ട് ഞാൻ ചെയ്തിട്ടില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇങ്ങനെ തന്നെ ഒരു വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന്. അപ്പോൾ ഇത് കണ്ടോ, അപ്പോൾ ഇത് ആളൊന്നും വേണ്ട കേട്ടോ, കുട്ടികളൊന്നും വേണ്ട കേട്ടോ. വീട് വൃത്തികേടാവാൻ ഇത് കണ്ടില്ലേ. ടേബിളിലുള്ളതൊക്കെ ഞാനും കൊണ്ടുവച്ചിട്ടുണ്ട്, റഫീഖയും കൊണ്ടുവെക്കും, എല്ലാവരും കൊണ്ടുവെക്കും. ഇനിയിപ്പോൾ അതൊക്കെ അകത്ത് ഇതൊന്നും എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിരിക്കും. അത് ശരിക്കും ഞാൻ രാത്രി എല്ലാം നോക്കിയിട്ടൊന്ന് ഓർഡർ ആക്കിയിട്ട് വെക്കലുണ്ട്. പക്ഷെ ഇന്നലെ അത് ചെയ്തിട്ടില്ല.
ഞാനൊരു വീഡിയോ എഡിറ്റ് ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെ നിന്നു. അതുകൊണ്ട് എനിക്ക് സമയം കിട്ടിയില്ല. പിന്നെ ബെഡ്റൂം അതാ ഞാൻ ജസ്റ്റ് ഒന്ന് വിരിച്ചിടുന്നുണ്ട്. ഇന്നിപ്പോൾ അതിന് നിന്നിട്ടില്ല. അതുകൊണ്ട് അതാ ബെഡ്റൂമൊക്കെ അങ്ങനെ തന്നെയാണ് അലങ്കോലമായിട്ടുള്ള, ലിവിങ് അലങ്കോലമായിട്ടുള്ള മൊത്തം ഇങ്ങനെയാണ്. ശരിക്കും നമ്മളെ വീട് ഇങ്ങനെയാണ് ഉണ്ടാവുക. നമ്മൾ വീഡിയോ എടുക്കുമ്പം ജസ്റ്റ് എല്ലാം ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കും. അതുകൊണ്ടാണ് നിങ്ങളെപ്പോഴും നീറ്റായിട്ട് കാണുന്നത് കേട്ടോ. നമ്മൾ കൂടെ എന്താ പറയുക, നമ്മളെ പണികൾ നമ്മൾ കൂടെ ഇങ്ങനെ ചെയ്ത് കൊണ്ടുപോകുന്നത് കൊണ്ടാണ് എപ്പോഴും വീട് നല്ല നീറ്റായിട്ട് ഇരിക്കുന്നതും. അല്ലാണ്ട് ഒരു വീടും ഇങ്ങനെ ഓർഡർ ആയിട്ടിരിക്കുമെന്ന് എനിക്ക് തോന്നണില്ല കേട്ടോ. എപ്പോഴും ഡെയിലി മോശമാവും, അത് ഡെയിലി നമ്മൾ ക്ലീൻ ആക്കും, അത്രയേ ഉള്ളൂ. എൻ്റെ കാര്യത്തിൽ അങ്ങനെയാണ് കേട്ടോ ഞാൻ ചെയ്യൽ. അപ്പോൾ ഇനിയിപ്പോൾ ഇതൊക്കെ രാവിലെ ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ് കേട്ടോ. എല്ലാം എന്നും നമ്മുടെ വീഡിയോയിൽ കാണിക്കുന്നില്ല എന്ന് മാത്രം. ഇനിയിപ്പോൾ ടേബിളിൻ്റെ അവിടെ നിന്ന് ഏത് റൂമിലേക്കാണോ എടുത്തു വെക്കാൻ, അത് ഓരോ റൂമിലേക്കുള്ളത് ഓരോ റൂമിലേക്ക് കൊണ്ടുവെക്കും. ചിലത് എൻ്റെ കബോർഡിലേക്ക് കൊണ്ടുവെക്കാറുണ്ട്, അങ്ങനെ കൊണ്ടുവെക്കും. അപ്പോൾ ഇന്നലെ പുറത്ത് പോയി വന്ന ബാഗ്, ഒരു ചുരിദാർ ഒന്ന് റെഡിയാക്കാൻ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് മേശമേലുണ്ട്. അങ്ങനെ ഓരോരോ കാര്യങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ എല്ലാം എടുത്തടുത്തേക്ക് എല്ലാം ഒന്ന് തിരിച്ചു കൊണ്ടുവെക്കുകയാണ് കേട്ടോ ആദ്യം ചെയ്യുന്നത്. ടേബിൾ അങ്ങ് ക്ലീൻ ആക്കുക ചെയ്യുക. അല്ലാണ്ട് എനിക്ക് അപ്പുറം ഇപ്പുറം ക്ലീൻ ആക്കി വന്നിട്ട് ഇത് കാണുമ്പോൾ എന്തോ പോലെ കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് എടുത്ത് വെക്കാനുള്ളത് ആദ്യം തന്നെ എല്ലാ റൂമിലേക്കും കൊണ്ടുവെക്കാനുള്ള അതൊക്കെ അങ്ങ് കൊണ്ടുപോയിട്ട് ഇവിടെ അങ്ങ് ക്ലീൻ ചെയ്തിട്ട് വെക്കും. ഇപ്പോൾ നീറ്റായിട്ടുണ്ട് കേട്ടോ. അപ്പം മേലേക്ക് കൊണ്ടുവെക്കാനുള്ള സാധനങ്ങൾ മേലെ കൊണ്ടുവെക്കട്ടെ. എൻ്റെ ഹാൻഡ് ബാഗ്, അവിടെ നിന്ന് എടുത്ത ഡ്രസ്സ്, അതെല്ലാം മേലെ റൂമിലാണ് കൊണ്ടുവെക്കൽ. അത് അവിടെ കൊണ്ടുപോയി വെച്ചു. അങ്ങനെ ഇനിയിപ്പോൾ എല്ലാ റൂമും ഒന്ന് ഒതുക്കണം. ഹാള്, ലിവിങ്, അതുപോലെ തന്നെ എല്ലാ ബെഡ്റൂമുകളും ഒന്ന് ഒതുക്കി പെറുക്കി വെക്കണം. അങ്ങനെയൊക്കെ ലിവിങ് ആയാലും എന്തായാലും നമ്മൾ ഇവിടെ ഇരിക്കുന്നതാണ് ഫ്രീ ആയിട്ട്. ഞാൻ കമൻറ്റ് കൊടുക്കാൻ, അല്ലെങ്കിൽ റഫീക്കാണെങ്കിലും പേപ്പർ വായിക്കാൻ, അങ്ങനെ എന്തിനെങ്കിലുമൊക്കെ എഴുത്ത് കുത്ത് കാര്യങ്ങളൊക്കെ നമ്മൾ ഇവിടെ നിന്ന് ടേബിളിൽ നിന്ന് ഒക്കെയാണ് കേട്ടോ ചെയ്യുക. അപ്പോൾ അവിടെയൊക്കെ എന്തായാലും അങ്ങനെ നമ്മൾ ഓർഡർ ആക്കി വെച്ച പോലെയൊന്നും ഉണ്ടാവില്ല. അങ്ങനെ ഇങ്ങനെ അലങ്കോലൊക്കെ ആയിട്ടാണ് ഉണ്ടാകുക. ഫുഡ് കാര്യങ്ങളൊന്നും നമ്മൾ ഇങ്ങോട്ടേക്കൊന്നും കൊണ്ടുവരില്ല. അപ്പോൾ അത് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും, അങ്ങനത്തെ വേസ്റ്റും കാര്യങ്ങളും അതൊന്നും ഉണ്ടാവില്ല. അതിപ്പോൾ കുട്ടികളാരെങ്കിലും വരികയാണെങ്കിൽ നമ്മളതിന് അങ്ങനെ ആക്കലില്ല കേട്ടോ. നമ്മൾ കിച്ചണിൽ തന്നെയാണ് ഫുഡ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക. പിന്നെ കൂടുതൽ ഗസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാകും, പുറത്തുനിന്നുള്ള ഗസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ ഡൈനിങ് ടേബിൾ ഫുഡ് കൊടുക്കും. എന്നാലും ലിവിങ്ങിലേക്ക് അങ്ങോട്ടൊക്കെ ഒന്നും ഫുഡ് അങ്ങനത്തെ സംഭവങ്ങളൊന്നും കൊണ്ടുവരില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ കാര്യങ്ങളിലൊന്നും മോശമാവില്ല. അതൊക്കെ നമ്മളെ വീട് നമ്മൾ ശ്രദ്ധിക്കും പോലെയാണ് കേട്ടോ. ചില വീട്ടിലൊക്കെ കുട്ടികൾ കേൾക്കില്ല, അത് വേറെ കാര്യം. വലിയവരാണെങ്കിലും ഫുഡ് കഴിക്കൽ കാര്യങ്ങളൊക്കെ നമ്മളെ TV ഏരിയ, ലിവിങ് ഏരിയയിൽ നിന്ന് ഒക്കെ അങ്ങനെയൊക്കെ ആയിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ എത്ര നമ്മൾ ശ്രദ്ധിക്കുമെന്ന് പറഞ്ഞാൽ നമ്മളടുത്ത് നിന്ന് ഫുഡ് എന്തെങ്കിലും നിലത്ത് വീഴുക അങ്ങനെയൊക്കെ ആകുമ്പോഴും, പിന്നെ മാത്രമല്ല ഫുഡ് നിലത്ത് വീഴണ്ട, നമ്മൾ അവിടെ ഇരുന്നിട്ട് മീൻ കറി, ചിക്കൻ കറി, അങ്ങനെ എന്ത് കൂട്ടിയിട്ടാണെങ്കിലും നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ ആ ഒരു സ്മെല്ലും കാര്യങ്ങളൊക്കെ ആ ഒരു ലിവിങ്ങിൽ അവിടെ അങ്ങനെ നിൽക്കും, ആ ഒരു ഏരിയയിൽ നിൽക്കും. മാക്സിമം നമ്മൾ അങ്ങനത്തെ കാര്യങ്ങൾ ഒഴിവാക്കിയിട്ട് TVൻ്റെ മുന്നിൽ നിന്ന്, പിന്നെ വേറൊരു കാര്യം, TVൻ്റെ മുന്നിൽ നിന്ന് നമ്മൾ കഴിക്കുക പാടില്ല എന്ന് പറയുമല്ലോ. അപ്പോൾ അതും ശ്രദ്ധിക്കുന്നത് നന്നാവും. കുട്ടികളാണെങ്കിലും വലിയവരാണെങ്കിലും നമ്മൾ വലിയവർ കാണിച്ചു കൊടുക്കണം കേട്ടോ കുട്ടികൾക്ക്. എന്നാൽ തന്നെയാണ് അവരും അത് ഫോളോ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഫുഡ് കഴിക്കുന്ന ഏരിയ എന്ന് പറയുമ്പോൾ നമുക്ക് ഡൈനിങ് ടേബിളാണ്. അതെവിടെയാണെങ്കിലും, അത് കിച്ചണിൽ ടേബിളാണെങ്കിലും അല്ലെങ്കിൽ ഡൈനിങ് ഏരിയയിലുള്ള ആ ഒരു ടേബിളിലാണെങ്കിലും കുഴപ്പമില്ല. അത് അങ്ങനെ തന്നെ ഒരു റൊട്ടീൻ, ഒരു ശീലം നമ്മൾ ഉണ്ടാക്കിയെടുക്കുക. നമ്മൾ ചെയ്യുന്നത് കാണുമ്പോൾ നമ്മൾ കുട്ടികളും ചെയ്യും. അതാണ് കറക്റ്റ് കേട്ടോ. സിറ്റ് ഔട്ടിലെ ചെടികളിൽ എപ്പോഴെങ്കിലും ഒന്ന് മോശമായ ലീഫും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, ഇങ്ങനെ കരിഞ്ഞു പോയത്, വാടിപ്പോയത് ഒക്കെ ഉണ്ടാവും കേട്ടോ. അത് ഇടയ്ക്ക് ശ്രദ്ധയിൽ പെടുമ്പോൾ ഒന്ന് കട്ട് ചെയ്തിട്ട് ഒന്ന് നീറ്റാക്കിയിട്ട് വെക്കലുണ്ട് കേട്ടോ. അപ്പോൾ അത് കണ്ടപ്പോൾ ജസ്റ്റ് എല്ലാം ഒന്ന് നോക്കി എടുത്ത് കളഞ്ഞതാണ് കേട്ടോ. അപ്പം നല്ല നീറ്റായിരിക്കും കാണാൻ, നല്ല ഫ്രഷ് ലീഫ് ഇരിക്കുന്ന സമയത്ത്. ഇനിയിപ്പോൾ ബെഡ്റൂമൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കട്ടെ കേട്ടോ. ഇത് ശരിക്കും ഞാൻ രാവിലെ ചെയ്യുന്ന കാര്യമാണ് ബെഡ്റൂം. ഇനിയിപ്പോൾ സമയമില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് വെറുതെ ബ്ലാങ്കറ്റും അതുപോലെ തന്നെ പില്ലോ ഒന്ന് ഒതുക്കി വെക്കും കേട്ടോ. ചിലപ്പം എന്തെങ്കിലുമൊക്കെ നമ്മൾ തിരക്കിലായി പോയി കഴിഞ്ഞാൽ പിന്നീട് എനിക്കത് ചെയ്യാൻ സമയം കിട്ടില്ല കേട്ടോ. ചിലപ്പോൾ എന്തെങ്കിലും എഡിറ്റിങ്ങിൻ്റെ വീഡിയോൻ്റെ കാര്യങ്ങളിലേക്കൊക്കെ കടന്നു കഴിഞ്ഞാൽ പിന്നെ അത് എന്താ പറയുക, വല്ലാണ്ട് മൊഞ്ചാക്കാനൊന്നും സമയം കിട്ടില്ല. അപ്പോൾ എങ്ങനെയായാലും ജസ്റ്റ് ഒന്ന് ഒതുക്കി പെറുക്കി രാവിലെ ഇടാൻ വേണ്ടി ശ്രദ്ധിക്കലുണ്ട്.
അത് ചെയ്യാത്ത ദിവസം ശരിക്കും പറഞ്ഞാൽ എന്തൊക്കെയോ പണി മിസ്സായ പോലെയാട്ടാ. എന്തൊക്കെയോ പണി ബാക്കിയെല്ലാം കഴിഞ്ഞിട്ടുണ്ടെങ്കിലും എന്തൊക്കെയോ പണി ബാക്കിയുള്ള ഒരു ഫീൽ എനിക്ക് ഉണ്ടാവലുണ്ട് കേട്ടോ. ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞതുപോലെ ബെഡ്റൂമിൽ നിന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയാൽ നീറ്റാക്കിയിട്ട് നമ്മൾ ബാക്കിയുള്ള പണികൾ തുടങ്ങിയാൽ നേരെ തിരിച്ചും സംഭവിക്കാറുണ്ട്, തോന്നാറുണ്ട്. അതായത് എന്തൊക്കെയോ കുറേ പണികൾ ഒരുങ്ങിയ പോലെ, ഒന്നും കഴിഞ്ഞിട്ടുണ്ടാവില്ല, നമ്മൾ തുടങ്ങിയിട്ടേ ഉള്ളൂ, പക്ഷേ കുറേ പണികൾ തീർന്നല്ലോ എന്നൊരു ഫീല് നമ്മളെ മൈൻഡിൽ വരലുണ്ട് കേട്ടോ. അത് നേരെ തിരിച്ചും സംഭവിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നമ്മളെ ക്ലീനിങ്ങും പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ എപ്പോഴും പറയുന്ന പോലെ എന്നൊന്നും ഞാൻ തുടക്കലില്ല കേട്ടോ. അഴുക്ക് കാണുന്ന സമയത്ത് ഒരു 3 ദിവസമൊക്കെ കൂടുമ്പോൾ തുടക്കുകയാണ് ചെയ്യുക. ഇന്നിനിപ്പോൾ താഴെ മേലൊന്നും തുടക്കാനില്ല. കിച്ചൺ ഫുഡ് ഉണ്ടാക്കി ഒന്ന് കുറച്ചുകൂടെ എനിക്ക് ചെറിയൊരു പണിയും കൂടെ ഉണ്ട് കിച്ചണിൽ. അതിന് ശേഷം ഒന്ന് കിച്ചൺ 2 കിച്ചണും കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് വൈപ്പ് ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് നമ്മളെ ചിക്കൻ വരട്ട് ബാക്കിയുണ്ട്. അപ്പോൾ എന്തെങ്കിലും ഒരു ഉപ്പേരിയും മാങ്ങ, നമ്മളെ മുന്നത്തെ മാങ്ങയൊരു മാങ്ങ വരച്ചിട്ടുണ്ട് കേട്ടോ. മാങ്ങ വെച്ചിട്ട് നല്ല ഈസി പീസി ഒരു തേങ്ങാപ്പാൽ വെച്ചിട്ടുള്ള കറിയും കൂടെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. ഭയങ്കര ടേസ്റ്റുള്ളൊരു കറിയാണ്. അപ്പോൾ നമ്മളിടയ്ക്ക് ഉണ്ടാക്കുന്ന കറി തന്നെയാണ് കേട്ടോ. ഇതിന് വേണ്ടിയിട്ട് മാങ്ങ എടുക്കുമ്പം നിങ്ങൾക്ക് കറിക്ക് പുളിപ്പ് ഇഷ്ടമാണ്, കുഴപ്പമില്ല എന്നുണ്ടെങ്കിൽ പുളിപ്പുള്ളത് എടുത്തോ. അപ്പോൾ നമുക്കിവിടെ അധികം പുളിയുള്ള മാങ്ങ ഇഷ്ടമല്ല കേട്ടോ, പുളിയുള്ള കറി ഇഷ്ടമല്ല. അതുകൊണ്ട് തന്നെ മാങ്ങ ഒട്ടും പുളിയില്ലാത്ത മാങ്ങയാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ. എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ ഒരു കറിക്ക് ഇതാണ് ടേസ്റ്റ് എന്ന് കേട്ടോ. പിന്നെ നിങ്ങൾ മീനൊക്കെ ഇട്ടിട്ട് ചെയ്യുമ്പോഴാണെങ്കിൽ ചെറിയൊരു പുളിയൊക്കെ നല്ലത് തന്നെയാണ്. അപ്പോൾ ഇനി നമ്മളെ മാങ്ങാക്കറിയിലേക്കുള്ള സ്പെഷ്യൽ മാങ്ങാക്കറിയിലേക്കുള്ള ഐറ്റംസൊക്കെ ഒന്ന് ഞാൻ റെഡിയാക്കട്ടെ. കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി, സവാള, കറിവേപ്പില, മാങ്ങയും കൂടെ ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കട്ടെ. അപ്പോൾ ഇതാ മാങ്ങയൊക്കെ ഞാനിതുപോലെ നീളത്തിൽ കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മളെ കറി പ്രിപ്പയർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ഇതാ ഒരു മൺചട്ടി തന്നെ എടുത്തിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുക. ഇനിയിപ്പോൾ നമ്മൾ കടുക് പൊട്ടിക്കലും ഉലുവ താളിക്കലും അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. ഞാനൊരു സവാള എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇഞ്ചി, വെളുത്തുള്ളി, ഒരു 4-5 വെളുത്തുള്ളി, ഒരു ചെറിയ ഒരു 1/4 ഇഞ്ച് നീളത്തിലുള്ള ഒരു കഷ്ണം ഇഞ്ചി, അത് നീളത്തിലൊന്ന് കട്ടാക്കി എടുത്തിട്ടുണ്ട്. ഇത് രണ്ടും ചൂടായ വെളിച്ചെണ്ണയിലിട്ട് ഒന്ന് സോട്ട് ചെയ്ത് കൊടുക്കുക. കളർ ചേഞ്ച് ഒന്നും ആവണ്ട കേട്ടോ. ഗോൾഡൻ കളറിലേക്കും ഒന്നും പോയത്, ആ ഒരു ഫ്ലേവർ അതിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് പെട്ടെന്ന് തന്നെ നമ്മളെ ഒരു സവാള ചെറുതായിട്ട് കട്ട് ചെയ്തത് അത് ചേർത്ത് കൊടുക്കുക. കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി സവാള ഒന്ന് സോഫ്റ്റായിട്ട് വരട്ടെ കേട്ടോ, ഒരുപാടല്ല എന്നാലും സോഫ്റ്റായിട്ട് വരട്ടെ. എരിവിന് വേണ്ടിയിട്ട് ഇതിലേക്ക് നമ്മൾ പച്ചമുളകാട്ടോ ഇട്ട് കൊടുക്കുന്നത്. ഞാനൊരു 4 പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അത്യാവശ്യം എരിവുണ്ട് കേട്ടോ, ഒരുപാട് എരിവില്ല എന്നാലും എരിവുണ്ടാവും. ഇതിലേക്ക് നമ്മൾ മുളക് പൊടിയൊന്നും ചേർത്ത് കൊടുക്കുന്നില്ലേ. ഇതില്ലേ ശരിക്കും പറഞ്ഞാൽ റെസ്റ്റോറൻറ്റിലൊക്കെ കിട്ടുന്ന തേങ്ങാപ്പാൽ വെച്ചിട്ടുള്ള മീൻ കറി ഇല്ലേ, അതുപോലെ തന്നെ മാങ്ങ ഇട്ട് വെച്ചിട്ടുള്ള മീൻ കറി, ആ ഒരു സെയിം റെസിപ്പിയാണ്. നല്ല കോസ്റ്റ്ലി ആയിട്ട് നമ്മൾ നല്ല വില കൊടുത്തിട്ട് വാങ്ങുന്ന റെസിപ്പിയാണ് കേട്ടത്. നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പോൾ ഭയങ്കര സിമ്പിളാണ്, അതിലേറെ ടേസ്റ്റുമാണ് കേട്ടോ. അതിലേക്ക് ഇതാ ഒരു 1/4 ടീസ്പൂണിൻ്റെ മേലെ ഞാൻ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരുപാട് മഞ്ഞ കളർ വേണ്ട, എന്നാലും കുറച്ച് ചെറിയൊരു കളർ വേണം താനും. അപ്പോൾ അത്രയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് സോട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. സവാള ചെറുതായിട്ടൊന്ന് സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്, ഒരുപാടങ്ങ് കളർ ചേഞ്ച് ആവണ്ട കേട്ടോ. ഇനി നമ്മൾ കട്ട് ചെയ്തിട്ടുള്ള മാങ്ങ, ഒട്ടും പുളിയില്ലാത്ത മാങ്ങയാട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. മീനിലേക്ക് നിങ്ങൾ മീനും കൂടെ ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ചെറിയൊരു പുളിയുള്ളത് എടുത്തോ, എന്നാലും ഒരുപാട് പുളി വേണ്ടേ. അപ്പോൾ അത് ചേർത്ത് കൊടുത്തു, നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. എന്നിട്ട് നമുക്ക് മാങ്ങ വേവിക്കാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് കുക്കാവാൻ വേണ്ടിയിട്ട് അടച്ചു വെച്ച് കൊടുക്കാം. ചില മാങ്ങ പെട്ടെന്ന് കുക്കാവും കേട്ടോ, ചില മാങ്ങ കുറച്ച് ടൈം എടുക്കും. എനിക്കിപ്പോൾ ഇതൊരു 5 മിനിറ്റിൻ്റെ ആവശ്യമുള്ളൂ കേട്ടോ. ഇതാ സാധാ വെള്ളം, പച്ചവെള്ളമാണ് ഒഴിച്ച് കൊടുത്തത്. കറിയിലേക്കുള്ള കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് അടച്ച് വെച്ചിട്ട് തിളച്ചതിന് ശേഷം 5 മിനിറ്റ് ഒന്ന് ഒരു ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അത്രയേ വേണ്ടൂ. നിങ്ങൾ മാങ്ങക്കനുസരിച്ച് നിങ്ങൾ 5-10 മിനിറ്റ് വേവിച്ചെടുക്കും. ഉടഞ്ഞ് കലങ്ങി പോകരുത് കേട്ടോ, മാങ്ങയായിട്ട് തന്നെ നിൽക്കണം. അപ്പോൾ ഇതാ പെട്ടെന്ന് തന്നെ 5 മിനിറ്റിൻ്റെ കൊണ്ട് തന്നെ നമ്മൾ മാങ്ങ നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇത് കണ്ട കുറച്ച് വെള്ളവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി ഇതിലേക്കില്ലേ നല്ല തേങ്ങാപ്പാൽ, ഒരു 1/2 മുറി തേങ്ങേൻ്റെ കട്ടിപ്പാലെടുത്തോട്ടോ. അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പത്തിലേക്കും ചോറിൻ്റെ കൂടെയും ചപ്പാത്തിൻ്റെ കൂടെയും ഒക്കെ കോമ്പിനേഷനായിട്ട് പോകുന്ന ഒരു കറിയാണ് കേട്ടോ. നിങ്ങൾ മസ്റ്റ് ട്രൈ ആണ്. ഇതാ തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുത്തു, നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം. ഇനി ഇത് തിളക്കേണ്ട കാര്യമില്ല, ജസ്റ്റ് ഒന്ന് ചൂടായി വന്നാൽ മതി. അപ്പോഴത്തേക്കും ഈ ഒരു ചട്ടീൻ്റെ ചൂട് തന്നെ ഇത് റെഡിയാവും കേട്ടോ, തിളപ്പിക്കാനൊന്നും നിൽക്കണ്ട. എന്നിട്ട് നമുക്ക് ഫ്ലെയിം ഓഫാക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ, നമ്മൾ ഈസി പീസി കറി റെഡിയാണ് കേട്ടോ. ഭയങ്കര ടേസ്റ്റ് ആട്ടോ, ഞാൻ വെറുതെ പറയുന്നതല്ല. കറി ഇരിക്കുമ്പോൾ ഒന്നുകൂടെ ഒന്ന് കുറുകെ, കാരണം നമ്മൾ നല്ല കട്ടി തേങ്ങാപ്പാലാണ് നമ്മൾ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. ഞാനിപ്പോൾ ഇതാ ഫ്ലെയിം ഓഫാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ചെറിയതായിട്ടൊന്ന് ചൂടായി വന്നപ്പോൾ ഫ്ലെയിം ഓഫാക്കി കൊടുത്തേ.
ഓക്കെ. ഇനി വേണമെങ്കിൽ മാത്രം കുറച്ച് ആർഭാടത്തിന് ഒരു 2 ടീസ്പൂൺ വെളിച്ചെണ്ണയിലേക്ക് കുറച്ചൊരു 3-4 ചുവന്നുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തതും കുറച്ച് കറിവേപ്പിലും ഉണക്കുമോ ഇത് ചെയ്താൽ ഒന്നുകൂടി ടേസ്റ്റാണ്. വേണമെങ്കിൽ ചെയ്താൽ മതി. നമ്മൾ ആദ്യം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ ചെയ്താൽ ഒന്നൊരു ടേസ്റ്റ് കൂടും, അത്രയേ ഉള്ളൂ. അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. നല്ല അടിപൊളി മാങ്ങക്കറി റെഡി ആയിട്ടുണ്ട്. മാങ്ങ തേങ്ങാപ്പാൽ ഒഴിച്ച് വെച്ചത്. ഇതിൽ മീനുണ്ടെങ്കിൽ ടേസ്റ്റ് ഒന്നും കൂടെ കൂടും, അത്രയേ ഉള്ളൂ കേട്ടോ. വേറെ ഡിഫറൻസും കാര്യങ്ങളൊന്നുമില്ല. മീനുണ്ടാകുമ്പോൾ ചെറിയ പുളിയുള്ള മാങ്ങ നിങ്ങൾ എടുക്കുക, അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതാ നമ്മളെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഇന്നിപ്പോൾ വേറെ ഒന്നും ഉണ്ടാക്കുന്നില്ല. ഞാൻ പറഞ്ഞില്ല രാവിലെ നമ്മൾ ഉണ്ടാക്കിയ ചിക്കൻ ആ ഒരു ഗ്രേവി ഉണ്ട്. പിന്നെ ഒരു ബീട്രൂട്ടും വഴുതനയും, ഒരു വഴുതനയുണ്ട്. രണ്ടും കൂടെ തികയൂല, സോറി ഓരോന്നായിട്ട് തികയൂല. അപ്പോൾ രണ്ടും കൂടെ മിക്സ് ആക്കിയിട്ട് ബീട്രൂട്ടും വഴുതനയും കൂടെ ഒരു ഉപ്പേരിയും കൂടെ വെച്ചു കേട്ടോ. തേങ്ങയൊന്നും ഇടാതെ വെറുതെ കടുകും കറിവേപ്പില ഇട്ടിട്ട് ഉപ്പിട്ടിട്ട് വേവിച്ചെടുത്തിട്ടേ ഉള്ളൂ. അപ്പോൾ അതും സെറ്റാണ്. അപ്പോൾ നമ്മളെ ഉച്ചക്കത്തെ ലഞ്ചും ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമ്മളെ ചിക്കൻ ഗ്രേവിയും ആ തേങ്ങാപ്പാൽ വെച്ചിട്ടുള്ള മാങ്ങാക്കറിയും ബീട്രൂട്ട് ഉപ്പേരിയും. അപ്പോൾ അത്രയും മതിയല്ലോ. കുറച്ച് അച്ചാറൊക്കെ ഉണ്ടെങ്കിൽ നല്ല ആവശ്യം ഫുഡായി. പിന്നെ നമ്മളെ ചിക്കനില്ലേ, ആ ഒരു ലഗോൺ ചിക്കൻ എന്ന് പറയുമ്പോൾ നമ്മളെ മറ്റേ ചിക്കനേക്കാളും സാധാ ചിക്കനേക്കാളും ഭയങ്കര ടേസ്റ്റ് അല്ലേ. അപ്പോൾ അതിൻ്റെ ഈ ഒരു രീതിയിൽ വരട്ടും കൂടെ ചെയ്താൽ അടിപൊളി ടേസ്റ്റാട്ടോ. വെറുംചോറിൻ്റെ കൂടെയും അതുപോലെ തന്നെ ഗീ റൈസിൻ്റെ കൂടെയൊക്കെ നല്ല കോമ്പിനേഷനാണ്. ഇനിയിപ്പോൾ പൊറോട്ട അങ്ങനത്തെ ഐറ്റത്തിൻ്റെ കൂടെയൊക്കെ നല്ല ടേസ്റ്റ് കൊടുക്കും കേട്ടോ. അപ്പോൾ ഈ രീതിയിൽ ഈ ഒരു വരട്ട് ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ അതിന് ശേഷം ഞാൻ കിച്ചണൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയിട്ടു. അപ്പോൾ ഫ്ലോറും കൂടെ ഒന്ന് തുടച്ചെടുക്കട്ടെ. അതും കൂടെ കഴിഞ്ഞതിന് ശേഷം ഇന്നിപ്പോൾ ഞാനൊന്ന് ഫ്രീ ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് ഒരു ഫേസ് പാക്കല്ല, ഒരു ചെറിയൊരു ഫേഷ്യലും കൂടെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞുതരാം. ഞാൻ നൈറ്റി മാറ്റി ഒരു പഴയൊരു ഡ്രസ്സ് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു ബൗളിലേക്ക് കുറച്ച് ലെമൺ ജ്യൂസ്, ചെറുനാരങ്ങ നീരെടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഹണി, നമ്മൾ തേന്, അതും കൂടെ എടുക്കുക. സമം എടുക്കുക കേട്ടോ, കുറച്ചല്ല. നമുക്ക് എത്രയാണോ വേണ്ടത് അത്രയും അളവിൽ സമം എടുക്കുക രണ്ടും. എന്നിട്ട് കുറച്ച് കാപ്പിപ്പൊടി, ഇത്രയും ഒരു ചെറിയൊരു തരിതരിപ്പ് ഉണ്ടായാൽ മതി. അപ്പം ഞാൻ ആദ്യം തന്നെ ഫേസ് നന്നായിട്ടൊന്ന് കഴുകിയിട്ട് ഒരു 2-3 മിനിറ്റ് കുറച്ച് വെള്ളം തിളക്കാൻ വെച്ചിട്ട് അതിൽ ആവി കൊണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അറിയാലോ, ആവി കൊണ്ട് 2-3 മിനിറ്റ്. അതിന് ശേഷമാണ് ഞാനിപ്പോൾ ഈ ഒരു പാക്ക് ഉണ്ടാക്കിയത്. ഇതുകൊണ്ട് ഇനിയൊന്ന് ഫേസ് 2 കൈയും വെച്ചിട്ട് ചെറുതായിട്ടിങ്ങനെ നന്നായിട്ടൊന്ന് ഒരു 2-3 മിനിറ്റ് ഒന്ന് സ്ക്രബ് ചെയ്യും. അപ്പോൾ ഈ ഒരു കാപ്പിപ്പൊടിയും അതുപോലെ തന്നെ ഹണിയും ലെമണും ഒക്കെ ആകുമ്പോൾ നന്നായിട്ട് നമ്മൾ എന്താ പറയുക, പെട്ടെന്ന് നമുക്ക് ഒരു ബ്രൈറ്റ്നസ് എന്താ പറയുക, ഉള്ളതിൽ നിന്ന് നമുക്ക് ഒന്നുകൂടെ ഒന്ന് ഗ്ലോ ആവാനും അതുപോലെ തന്നെ ഒരു ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ പോകാനും ഒക്കെ നല്ലൊരു അടിപൊളി സംഭവമാണ് കേട്ടത്. നമ്മളെന്താ പറയുക, കളറില്ലേ പെട്ടെന്ന് ബ്രൈറ്റ് ആവും. നിങ്ങൾ ചെയ്ത് നോക്കുക കേട്ടോ. ഇത് നിങ്ങൾക്ക് ഡെയിലി ചെയ്യാം. ഡെയിലി ചെയ്യുമ്പോൾ നിങ്ങൾ ഇത്രയും സ്റ്റെപ്പ് വേണ്ട, അത് ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ ഇതുപോലെ ഞാനിപ്പോൾ കൈ ചെയ്ത് കാണിച്ചില്ലേ, അതുപോലെ ഫേസ് 2 കൈ വെച്ചിട്ട് പതുക്കെ സ്ക്രബ് ചെയ്ത് കൊടുക്കുക എല്ലാ ഭാഗവും. നോസിൻ്റെയും ആ സൈഡിലും ലിപ്പിൻ്റെ സൈഡിലും എല്ലാ ഭാഗത്തുനിന്ന് ആ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ ഒന്ന് മാറി ഒന്ന് സ്മൂത്ത് ആവട്ടെ ഫേസ്. 2-3 മിനിറ്റ് മതി. അതിന് ശേഷം ഒന്ന് വാഷ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം സെയിം ക്വാണ്ടിറ്റിയിൽ കുറച്ച് തേനും കുറച്ച് ചെറുനാരങ്ങ നീരും കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ. തുല്യാക്കിയിട്ട് എടുക്കുക, രണ്ടും സമാസമം എടുക്കുക. എന്നിട്ട് നമ്മളിപ്പോൾ ആ ഒരു ഫോഴ്സൊക്കെ ഓപ്പൺ ആയിട്ടുണ്ടാവും, ആ ഒരു നമ്മൾ സ്ക്രബ് ചെയ്തതല്ലേ. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലോസ് ആവാൻ വേണ്ടിയിട്ട് ഇനി ഇത് നമ്മളെടുത്തിട്ട് മുഖത്ത് പതുക്കെ ഒരു 2-3 മിനിറ്റ് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾ എന്താണോ ഫേസിൽ ചെയ്യുന്നത് അത് നിങ്ങൾ 2 കയ്യിലും കൂടെ ചെയ്യുക കേട്ടോ. കയ്യിനൊന്നും പ്രത്യേകിച്ച് ട്രീറ്റ്മെൻറ്റും കാര്യമൊന്നും ഞാൻ കൊടുക്കില്ല. പക്ഷേ ഫേസ് ചെയ്യുമ്പോൾ ആ ഒരു സംഭവം ആ ഒരു സമയത്ത് കയ്യിലും കൂടെ ഒന്ന് ചെയ്യലുണ്ട് കേട്ടോ. അപ്പോൾ അത്രയും ആ സ്ക്രബും ചെയ്ത് അത് കഴിഞ്ഞതിന് ശേഷം ഇതുപോലെ മസാജും ചെയ്ത് കൊടുക്കുക. അത് ഫേസ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ കയ്യിലേക്ക് കൂടെ ചെയ്താൽ മതി കേട്ടോ. അത്രയും സമയം നമുക്ക് കിട്ടും. അല്ലാണ്ട് കൈ വെച്ചിട്ട് നമ്മൾ ഇരിക്കുമൊന്നുമില്ലല്ലോ. അത് ചെയ്തിട്ട് ഒന്ന് വാഷ് ചെയ്തതിന് ശേഷം അതൊന്ന് ഡ്രൈ ആയിക്കോട്ടെ കേട്ടോ. നമ്മൾ രണ്ടാമത് ചെയ്തതില്ലേ, അതൊന്ന് ആ ഒരു ഹണിയും കഴുകി കളയണ്ട, അതൊന്ന് ഉണങ്ങിയതിന് ശേഷം കഴുകിക്കളഞ്ഞ മസാജ് 2 മിനിറ്റും കൊടുത്തതിന് ശേഷം അതൊന്ന് ഉണങ്ങാൻ സമ്മതിക്കുക. എന്നിട്ട് കഴുകിക്കളഞ്ഞതിന് ശേഷം കുറച്ച് പാലെടുത്തു, അതിലേക്ക് കുറച്ച് കടലമാവ്, കുറച്ച് കടലപ്പൊടി ചേർത്തിട്ട് ഒരു പാക്ക് ഉണ്ടാക്കിയെടുക്കുക. സിമ്പിളാണ്, പക്ഷേ നല്ല എഫക്റ്റീവാണ് കേട്ടോ. പെട്ടെന്ന് റിസൾട്ട് കിട്ടുന്ന ഐറ്റമാണ്. നിങ്ങൾക്ക് ഒറ്റ യൂസിന് നിങ്ങൾക്ക് ഇതിന് റിസൾട്ട് കിട്ടും കേട്ടോ. ഞാൻ ചെയ്ത് നോക്കിയിട്ടുള്ളതാണ്, അടിപൊളി സാധനമാണ്. പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഇത് മാത്രമല്ല നമ്മൾ ഉള്ളിലേക്കും കൂടെ എന്തെങ്കിലുമൊക്കെ കഴിക്കണം മീൻസ് വെള്ളം നന്നായിട്ട് കുടിക്കുക. അത് നമ്മളെ സ്കിന്നിൽ കാണുക തന്നെ ചെയ്യും കേട്ടോ. പിമ്പിൾസും കാര്യങ്ങളൊക്കെ കുറേ കുറക്കാനും എന്താ പറയുക,
നല്ല ഒരു ഗ്ലോ വരാനും ഒക്കെ നമ്മൾ വെള്ളം നന്നായിട്ട് കുടിക്കണം. ഇനി ഇതില്ലേ, ഈ ഒരു പാക്ക് ഫേസിൽ എല്ലായിടത്തും കയ്യിലും ഫേസിലും അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അത് ഡ്രൈ ആയതിന് ശേഷം ഒരു ഭയങ്കരമായിട്ട് ഇങ്ങനെ ഉണങ്ങി പിടിക്കുകയൊന്നും വേണ്ട, നന്നായിട്ട് ഉണങ്ങുന്നതിൻ്റെ തൊട്ട് മുമ്പത്തെ സ്റ്റേജിൽ അത് നന്നായിട്ട് മസാജ് ചെയ്തിട്ട് കഴുകിക്കളയാം. അതിന് ശേഷം വേഗം ഒരു നമ്മൾ ഫേസിൽ ഉപയോഗിക്കുന്ന ഏത് ക്രീമാണോ നിങ്ങൾ ഉപയോഗിക്കുന്നത് അത് ഒരു മോയ്സ്ചറൈസിങ് ക്രീം ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇതിപ്പം ഞാനിപ്പോൾ കയ്യിലാട്ടോ നിവ്യ ക്രീമാണ് ഞാൻ കയ്യിൽ തേക്കുന്നത്. ജസ്റ്റ് ഞാൻ എടുത്തപ്പോൾ ഞാൻ ഉപയോഗിക്കുന്നത് ജസ്റ്റ് പറഞ്ഞു എന്നേ ഉള്ളൂ, പരസ്യവും കാര്യങ്ങളൊന്നും അല്ല കേട്ടോ. ഞാനിതാണ് കയ്യിലൊക്കെ ഉപയോഗിക്കുന്നത്, ഫേസിലല്ല കേട്ടോ. അപ്പോൾ അത് കയ്യിലും ഇങ്ങനെ തന്നെയാണ്. കുറേ പേര് കൈ എങ്ങനെയാണ് നല്ല ഭംഗിയാക്കി വെക്കുക എന്നൊക്കെ ചോദിക്കലുണ്ട്. ഉള്ളതൊന്നും നമുക്ക് ബ്രൈറ്റാക്കി വെക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഞാനിപ്പോൾ നിവ്യേൻ്റെ ആ ഒരു ലോഷൻ കയ്യിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുത്തു. പിന്നെ നിങ്ങൾക്ക് കൈയൊക്കെ ഒന്ന് കളറാവാനും ഒന്ന് നല്ല സോഫ്റ്റ് ആവാനും സ്മൂത്ത് ആവാനൊക്കെ ഇത് ഗ്ലിസറിനാണ് കേട്ടോ. ഗ്ലിസറിനും റോസ് വാട്ടറും. അത് നിങ്ങൾക്ക് ഇപ്പോൾ 1 ടീസ്പൂൺ ഗ്ലിസറിൻ്റെ എടുക്കുകയാണെങ്കിൽ 3 ടീസ്പൂൺ അതിൻ്റെ കൂടെ നിങ്ങൾ റോസ് വാട്ടർ എടുക്കണം. ആ ഒരു രീതിയിൽ വേണം ഇതിൻ്റെ മിക്സിങ്. അതായത് 1 ഡ്രോപ്പ് ഗ്ലിസറിനാണെങ്കിൽ 3 ഡ്രോപ്പ് റോസ് വാട്ടർ എടുക്കണം. അങ്ങനെ നിങ്ങൾ സ്പൂണിലെടുത്തിട്ട് ഒരു സ്പ്രേ ബോട്ടിലാക്കിയിട്ട് ആക്കി വെച്ചോട്ടോ. എന്നിട്ട് ഏതെങ്കിലും ഒരു ടൈം നിങ്ങളത് സ്കിന്നിലും അതുപോലെ തന്നെ കയ്യിലും കാലിലൊക്കെ ആക്കുകയാണെങ്കിൽ നല്ല സോഫ്റ്റാവും, നല്ല സ്മൂത്താവും. കളർ വെക്കാനും ഒക്കെ, കളർ ഒന്നുകൂടെ ബ്രൈറ്റ് ആക്കാൻ, ഉള്ളതൊന്നുകൂടെ ബ്രൈറ്റ് ആക്കാൻ നല്ലതാണ് കേട്ടോ. നിങ്ങൾ ചെയ്ത് നോക്ക്. പിന്നെ വേറൊരു കാര്യം, പിമ്പിൾസ് വരുന്നവർ ഗ്ലിസറിനും റോസ് വാട്ടർ പ്രശ്നമല്ല, ഗ്ലിസറിന് തൊടുകയോ ചെയ്യരുത് കേട്ടോ. പിമ്പിൾസ് കൂടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അത് ശ്രദ്ധിക്കണേ. പിമ്പിൾസ് വരുന്നവർ അത് യൂസ് ചെയ്യേ വേണ്ട. ബാക്കി ഞാൻ ചെയ്തതൊക്കെ നിങ്ങൾ സ്കിന്നിന് പറ്റുന്ന ഐറ്റംസ് ആണെങ്കിൽ നിങ്ങൾ ചെയ്തോ കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞു നിങ്ങൾ ഡെയിലി ചെയ്യുമ്പോൾ ഈ ഒരു കുറേ സ്റ്റെപ്പ് വേണ്ടാന്ന് പറഞ്ഞു. അതായത് സ്ക്രബ് ചെയ്യരുത്. പിന്നെ രണ്ടാമത്തെ മസാജ് ഇല്ലേ, അതായത് നമ്മൾ ചെറുനാരങ്ങ നീരും ഹണിയും മാത്രമായിട്ട് മസാജ് ചെയ്തില്ലേ, അത് ചെയ്യുക ഒരു 2 മിനിറ്റ്. അതിന് ശേഷം പാലും കടലമാവും ഇട്ടിട്ട് ആ ഒരു പാക്ക് ഉണ്ടാക്കിയിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇനിയിപ്പോൾ കടലമാവ് അല്ലെങ്കിൽ നിങ്ങളതിന് പകരം ചെറുപയർ പൊടിയില്ലേ, ചെറുപയർ പൊടിയോ അല്ലെങ്കിൽ ചെറുപയർ വെള്ളത്തിലിട്ട് കുതിർത്തിട്ട് അരച്ചിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്താൽ മതി കേട്ടോ. അതാണെങ്കിലും നല്ലതാണ് കേട്ടോ. ഇതിൽ രണ്ടിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് ചെയ്യുക. നന്നായിട്ട് ബ്രൈറ്റായിട്ട് വരും കേട്ടോ. സ്കിന്ന് ചെയ്ത് നോക്ക്. അപ്പോൾ ഇത് ഞാൻ ചെയ്യുന്ന കാര്യം ഞാൻ ജസ്റ്റ് വീഡിയോയിലൂടെ കാണിച്ചു, വീഡിയോയിലൂടെ പറഞ്ഞു. എനിക്ക് എഫക്റ്റീവ് ആയിട്ടുള്ള കാര്യം ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ കേട്ടോ. താല്പര്യമുള്ളവർ നിങ്ങൾക്ക് പറ്റുന്നത് എന്താണോ പറ്റുന്നത് അതിനനുസരിച്ച് നിങ്ങൾ ചെയ്താൽ മതി കേട്ടോ. ഹണി പറ്റുന്നവർ ചെയ്യാം, അതുപോലെ തന്നെ ചെറുനാരങ്ങ നീര് പറ്റുന്നവർ, അത് രണ്ടും പറ്റാത്തവർ ഇത് ചെയ്യണ്ട കേട്ടോ. ഫേസിന് ഓരോരുത്തർക്കും ഓരോന്നും പറ്റൂല അങ്ങനെ. ഇനിയിപ്പോൾ എൻ്റെ അടുത്ത പണി എന്ന് പറയുന്നത് നമ്മളെ പണികളും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞല്ലോ. അതിനുശേഷം നിങ്ങളെ കമൻറ്റിന് റിപ്ലൈ തരിക, അല്ലെങ്കിൽ വീഡിയോ എഡിറ്റ് ചെയ്യുക അടുത്ത ദിവസത്തെ, അങ്ങനത്തെ പണികളൊക്കെ ആണ് കേട്ടോ ഇനി ഉണ്ടാവുക. പിന്നെ ഞാൻ എണീറ്റ് വരിക ഒരു ഉച്ച സമയത്താണ് കേട്ടോ. എൻ്റെ ക്ലീനിങ്ങും അതുപോലെ തന്നെ എൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമസ്കാരം കഴിഞ്ഞിട്ട് ഞാൻ കയറുകയാണ് ചെയ്യുക. അതിന് ശേഷം പിന്നെ ളുഹർ ബാങ്കൊക്കെ കൊടുത്ത് ളുഹറൊക്കെ നിസ്കരിച്ചതിന് ശേഷം ഇപ്പോൾ ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ ഇന്ന് റഫീക്ക ഫുഡ് കഴിക്കാൻ വരുമെന്ന് പറഞ്ഞു കേട്ടോ. ആശ വിളിച്ചപ്പോൾ എന്തോ വലിയ തിരക്കുണ്ട് അപ്പോൾ വരുന്നില്ല എന്ന് പറഞ്ഞു. പിന്നെ വന്നിട്ട് അങ്ങനെ ഓടണം, അപ്പോൾ വരുന്നില്ല എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ നമ്മളിതാ വാവയും ഞാനും ഭക്ഷണമൊക്കെ കഴിക്കട്ടെ. അപ്പോൾ ഞാൻ ഫുഡ് വിളമ്പുന്നത് ആ രീതിയിൽ കാണിച്ചത് ഞാൻ ഷോർട്സിന് വേണ്ടിയിട്ട് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് രണ്ടിലേക്കും കൂടെ എടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഷോർട്സിൻ്റെ രീതിയിൽ വീഡിയോ കാണിച്ചത്. പിന്നെ നമ്മൾ ഷോർട്സും കൂടെ ഇപ്പോൾ ചെയ്യുന്നുണ്ട്, ഡേ ഇൻ മൈ ലൈഫ് അങ്ങനെ, അതുപോലെ തന്നെ ഫുഡിൻ്റെ അങ്ങനെയൊക്കെ. നിങ്ങൾക്ക് റെസിപ്പി കിട്ടാൻ അത് എളുപ്പമാണ് കേട്ടോ. ഏതിലുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും, അതിനാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഷോർട്സും കൂടെ ഫോളോ ചെയ്യുക കേട്ടോ. ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ കുറേ പേരൊക്കെ കാണുന്നുണ്ട് അറിയാം, അല്ലാത്തവർ അതും കൂടെ ഫോളോ ചെയ്യുക. കമൻറ്റും ഒക്കെ അതിലും ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കണ്ട, ലൈക്കും കമൻറ്റും ഒക്കെ. അപ്പോൾ നമ്മളെ തേങ്ങാപ്പാൽ ഒഴിച്ച മാങ്ങക്കറി കിടിലൻ ടേസ്റ്റ് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ചിക്കൻ റോസ്റ്റ് അടിപൊളി, ട്രൈ ചെയ്ത് നോക്കുക, മറന്നു പോകണ്ട. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മളെ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങളും കാര്യങ്ങളും എല്ലാം. റെസിപ്പി ട്രൈ ചെയ്യുക, ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കാനും ഒന്നും മറന്നു പോകല്ല കേട്ടോ. അപ്പോൾ നമ്മൾ വീഡിയോയിൽ കുറച്ച് പേര് ഹായ് പറയാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാനൊന്ന് പറയാം. ആത്തിക്ക മുഹമ്മദ് മിർഷാബ്, മുഹമ്മദ് സബീർ, സമീന,
ലാഹിദ നജീം. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വക ഒരു ബിഗ് ഹായ്. അപ്പം ഇൻഷാ അല്ലാ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.